നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്ക് പേടിയാ. ആ വാടക വീട്ടില് ഒറ്റയ്ക്ക് കഴിയാൻ എനിക്ക് പറ്റില്ല. എനിക്ക് ശരിക്കും പേടിയാ മാഡം. ഈ പറയുന്നതൊക്കെ ശരിയാണോ? അയ്യോ മാം, ഒരു വീട്ടിൽ നിർത്താൻ പറ്റാത്തത്ര തെറ്റാ ഈ നിൽക്കുന്ന ഐശ്വര്യ ചെയ്ത്. അതാ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ടി വന്നേ. അപ്പൊ ഇവര് പറയുന്നത് ശരിയാണോ? ഇവരെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അല്ലേ? മാഡം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവരുടെ മോൻ, അതായത് എന്റെ ഭർത്താവ് അരുണ തെറ്റ് ചെയ്തത്. എന്റെ ഭർത്താവ് എന്നെ ചതിക്കായിരുന്നു. അയാൾക്ക് എന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു ഭാര്യയും കുഞ്ഞുണ്ടായിരുന്നു. ഈ പറയുന്നത് ശരിയാണോ? അത് പിന്നെ ശരിയാണോന്നാ ചോദിച്ചത്. അത് മാഡം, അതൊരു ചതിയായിരുന്നില്ല. ആ സത്യം അരുണേട്ടനും വീട്ടിൽ ആർക്കും അറിയില്ലായിരുന്നു. മാഡം, ഞാൻ അക്കാര്യം എതിർത്തു. അതാ എല്ലാരും കൂടെ മനഃപൂർവ്വം എന്നെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയത്. മാഡം, എനിക്കിപ്പോ എന്റെ ഭർത്താവിനൊപ്പം ആനന്ദ നിലയത്തിൽ ജീവിക്കാനാണ് ആഗ്രഹം. അല്ല മാഡം, ഇവരുടെ മമ്മിയും ഒപ്പം ഉണ്ടായിരുന്നു. ആ, ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല. മമ്മി UK തിരിച്ചുപോയി. മാഡം പ്ലീസ്, ഇവരോടൊന്ന് പറ. ഈ കാറില് ഞാൻ ഇവരോടൊപ്പം വീട്ടിലേക്ക് തിരിച്ചു പോവാം. പ്ലീസ് മാഡം. നിങ്ങൾ മൂന്നുപേരുമാണ് തീരുമാനം പറയേണ്ടത്. നിയമപരമായി ഇവർ നിങ്ങളുടെ മകന്റെ ഭാര്യ. അപ്പൊ ഇവര് കഴിയേണ്ടത് ഭർത്താവിനൊപ്പം. മാഡം, ഇവളിതാ ഈ നിൽക്കുന്ന ശ്യാമയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ വിഷം കൊടുത്ത് ഇല്ലാതാക്കാൻ നോക്കിയവളാ. അയ്യോ മാഡം, പച്ചക്കള്ളോ പറയുന്നേ, വിശ്വസിക്കരുത്. അല്ല മാഡം, സത്യം. തെളിവുണ്ടോ? അല്ല, അത് അതില്ല മാഡം. മാഡം, ഇവള് സ്വന്തം ഗർഭപാത്രം പോലും ആരും അറിയാതെ റിമൂവ് ചെയ്ത് കളഞ്ഞതാ. നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെ തെളിയിക്കേണ്ടതേ കോടതിയില്ല. തൽക്കാലം നിങ്ങൾ ഇയാളെ ഒപ്പം വീട്ടിലേക്ക് കൊണ്ടുപോവുക. അതാണ് നല്ലത്. ഒരു കുടുംബജീവിതമാ. കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കാൻ നോക്കുക. പറ്റിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കുക. അതാണ് നല്ലത്. മാഡം, അത് അല്ല മാഡം, ഇനി കൂടുതലൊന്നും പറയണ്ട. നിങ്ങളുടെ മകന്റെ ഭാര്യ ഭർത്താവിനൊപ്പമാ താമസിക്കേണ്ടത്. മനസ്സിലായോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.